നെയ്യാർ ഡാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റോഡ് രണ്ടായി തിരിയുകയാണ്. അവിടെ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞു വേണം നമ്മൾ അമ്പൂരിക്ക് പോകേണ്ടത്. അമ്പൂരിക്ക് ആ പേര് എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ച് ധാരാളം കഥകളുണ്ട് കേട്ടോ. അതിലൊന്നെന്ന് വെച്ചാൽ ആദിവാസി കുടിയേറ്റക്കാർക്ക് ഒരു ദിവസം കൊണ്ട് പൂക്കുകയും പാകമാകുകയും ചെയ്യുന്ന ഒരു നെല്ലിനം ഉണ്ടായിരുന്നു എന്നതാണ്. അതിനെ അന്നൂരി നെല്ല് എന്ന് വിളിക്കുന്നു. പിന്നീട് അത് പറഞ്ഞ് അമ്പൂരി ആയി എന്നതാണ് ആദ്യത്തെ കഥ. അടുത്ത കഥ എന്തെന്ന് വെച്ചാൽ മാർത്താണ്ഡവർമ്മ രാജാവിന്റെ വില്ലാളിയായിരുന്ന ചാടാച്ചി മാർത്താണ്ഡം പിള്ള ഒരു അമ്പെയ്ത്ത് മത്സരത്തിൽ പങ്കെടുക്കുകയും അദ്ദേഹം ദൂരെയുള്ള ഒരു മരത്തിലേക്ക് അമ്പെയ്യുകയും ചെയ്തു. ആ മരത്തിൽ നിന്നും അമ്പ് ഊരിയെടുത്തതും ആ സ്ഥലം പിന്നീട് അമ്പൂരി എന്നറിയപ്പെട്ടതുമാണ് രണ്ടാമത്തെ കഥ. അമ്പൂരിയിലെ പ്രശസ്തമായ സെന്റ് ജോർജ് പള്ളിയാണിത്. ഇതും കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മൾ അമ്പൂരി ജംഗ്ഷനിലെത്തും. അമ്പൂരിയിൽ കാണേണ്ട സ്ഥലങ്ങളെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഭൂമിശാസ്ത്രമായ ഘടന മീൻസ് ആദ്യം ഏതാണ് പിന്നീട് ഏതാണ് വരുന്നത് എന്നുള്ള ഒരു ധാരണ നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജംഗ്ഷനിലൊന്ന് അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഈ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നായിട്ടാണ് മായം കടവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പ്രശസ്തമായ കടവാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ആണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ മായം കടവിന് വിട്ടു. ഇതെല്ലാം തന്നെ നെയ്യാർ ഡാമിന്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് നിന്നും 38 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് ഈ അമ്പൂരി ഉള്ളത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാർ ഡാം ആദ്യമായി കാണാൻ വന്നപ്പോൾ ഞങ്ങൾ വെറുതെ പരിസര പ്രദേശങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രകളൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്ത് അപ്പോൾ തോന്നുന്ന സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യും. അങ്ങനെ അറിയാതെയെങ്കിലും അന്ന് ഞങ്ങളൊരു പള്ളിയുടെ ഫ്രണ്ടിലെത്തി. അതാണ് ആ കാണുന്ന പള്ളി. അവിടെ നിന്ന് അന്ന് ഞങ്ങൾ കുട്ടികളുടെ കുറച്ച് റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറ്റുന്നെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ കേട്ടോ. ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിരുന്നു അത്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ അവിടെ ഒന്ന് എത്തിയത്. അത് ഇപ്രാവശ്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണല്ലോ സ്ഥലമെന്ന്. നല്ല മഴയായതുകൊണ്ട് തന്നെ ഈ മായംകടവിൽ കടത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചു. മായംകടവിന് ശേഷം പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ടത് അമ്പൂരിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ട്രെക്കിംഗ് പോയിന്റിലേക്കായിരുന്നു. ദ്രവ്യപ്പാറ അഥവാ നിധിപ്പാറ എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് പോയിന്റ്. ഈ പാറയുടെ ഏറ്റവും മുകളിലായി ഒരു ഗുഹാക്ഷേത്രവും ഉണ്ട് കേട്ടോ. പേരുപോലെ തന്നെ ധാരാളം പാറകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു വഴി മുഴുവൻ. ശരിക്കും ഇവിടെ വന്നപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു പോയി കേട്ടോ. അതുപോലെ ഒരു ആളും ഇല്ല, ഒരനക്കവും ഇല്ലാത്ത ഒരു സ്ഥലം. അങ്ങനെ ഞങ്ങൾ ട്രെക്കിംഗ് ആരംഭിച്ചു. സത്യം പറഞ്ഞാൽ മഴ പെയ്ത് നല്ല വഴുക്കലുള്ള സ്ഥലമായിട്ടാണ് കിടന്നിരുന്നത്. നിറയെ പാറകളും. കൊടയുള്ളത് കൊണ്ട് അത് കൊടയായിട്ടും ഊന്നോടിയായിട്ടും ഒക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ദ്രവ്യപ്പാറയുടെ ഉയരം അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഏകദേശം 700 അടിയും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1500 അടി ഉയരത്തിലായിട്ടാണ്. ഈ ദ്രവ്യപ്പാറയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. 1729 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് 8 വീട്ടിൽ പിള്ളമാർ പോലുള്ള നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും രക്ഷ നേടാനായി രാജാവ് ഈ ദ്രവ്യപ്പാറയിൽ വന്ന് താമസിച്ചു എന്നാണ് ഐതിഹ്യം. അന്ന് ഇവിടുത്തെ ആദിവാസി ഗോത്ര സമൂഹമായ കാണി ഗോത്രക്കാരാണ് അദ്ദേഹത്തിന് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സംരക്ഷണവും ഒരുക്കിയത് എന്നും പറയപ്പെടുന്നു. ഗോത്രക്കാരുടെ ഈ മര്യാദയിലും അവർ തന്നെ സംരക്ഷിച്ച രീതിയിലും സന്തുഷ്ടനായിട്ട് രാജാവ് 36,000 ഹെക്ടർ ഭൂമി ഈ ഗോത്രക്കാർക്ക് ഇവിടെ പതിച്ചു നൽകി എന്നതാണ് ചരിത്രം. ഇത്രയും കയറ്റം കയറി മുകളിലെത്തിയാലും നമ്മൾ ദ്രവ്യപ്പാറയിലോ ഗുഹാക്ഷേത്രത്തിലോ എത്തിപ്പെടില്ല കേട്ടോ. ശരിക്കും ഒരു ബേസ്മെന്റ് സ്ഥലത്തെ നമ്മൾ എത്തിപ്പെടൂ. ഞങ്ങളുടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല. കാരണം അതിശക്തമായ മഴ അപ്പോഴത്തേക്ക് പെയ്തു.
പാറയൊക്കെ നല്ല വഴുക്കലായി കിടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു യാത്ര പൂർത്തീകരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. ഞങ്ങൾക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ദ്രവ്യപ്പാറയുടെ ടോപ്പ് വ്യൂ നിങ്ങളെ എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അമ്പൂരിയിലെ പുതിയ പാലം കാണാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നെയ്യാറിന്റെ വൃഷ്ടിപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് അമ്പൂരിയിൽ ആകെ ഒരേ ഒരു പാലമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഗവൺമെന്റ് ഇപ്പോ പണിഞ്ഞ പുതിയ പാലമാണിത് കേട്ടോ. അതെന്തുകൊണ്ടാണ് ഈ പുതിയ പാലം പണിഞ്ഞതെന്ന് ഞാൻ ആ പഴയ പാലത്തിന്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ആ പാലത്തിൽ നിന്ന് ഞങ്ങൾ കണ്ട അമ്പൂരിയിലെ മലനിരകളാണിത്. കോടമഞ്ഞും ഹരിതാപ്പും പച്ചപ്പും ഒക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള നല്ല വ്യൂ പോയിന്റ്സ്. ഈ ലേക്കിന്റെ നടുക്കായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ദ്വീപുകളും നമുക്ക് അവിടെ കാണാം കേട്ടോ. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറിയ ദ്വീപുകളും ഉണ്ട്. ഈ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പ്രശസ്തമായ അമ്പൂരിയിലെ പഴയ പാലം കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ അമ്പൂരിയിൽ വന്നിട്ടുള്ളവരൊന്നും ഒരിക്കലും മിസ്സാക്കാത്ത ഒരു പാലം. ഇതാണ് യഥാർത്ഥ അമ്പൂരി പാലം. പക്ഷേ എന്തുകൊണ്ടാ പുതിയ പാലം പണിയെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അതിന്റെ വീതി നോക്കിയേ, ശരിക്കും ഒരു ഓട്ടോയ്ക്ക് വളരെ കഷ്ടിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഇതുകൊണ്ട് പറ്റൂ. അതുകൊണ്ടാണ് ഗവൺമെന്റ് പുതിയ പാലം അപ്പുറത്തായി പണിഞ്ഞത്. ഇത്രയൊക്കെ സുന്ദരമായിട്ടും ഈ അമ്പൂരി എന്തുകൊണ്ടാണ് ഇത്ര പ്രശസ്തമാവാത്തതെന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചത്. സത്യത്തിൽ നമ്മുടെ ടൂറിസത്തിൽ വളരെയധികം ഇടം പിടിക്കേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. ഈ പാലം കടന്ന് നേരെ പോകുന്നത് സെറ്റിൽമെന്റ് കോളനി എന്നറിയപ്പെടുന്ന കാണി ഗോത്രവർഗക്കാരുടെ ഊരിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് അങ്ങോട്ട് പ്രവേശനമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ നമുക്ക് പോകാൻ പറ്റൂ. ഈ പാലം തന്നെ 2010 നിർമ്മിച്ചത്. അതിനു മുന്നേ കടത്തുതോണി മാത്രമായിരുന്നു ഈ സെറ്റിൽമെന്റ് കോളനിയിൽ എത്താനുള്ള ഏക മാർഗം. അങ്ങനെ ആ പാലം കടന്ന് നമ്മൾ റോഡിന് ഇപ്പുറത്ത് വന്നു കേട്ടോ. അവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഈ ഭാഗത്തായിട്ട് ഒരു ഹിഡൻ വാട്ടർഫാൾ ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഒന്നും ആലോചിച്ചില്ല, പോയേക്കാവുന്ന തന്നെ കരുതി. പക്ഷേ മഴ ആയതുകൊണ്ടാണോ പൊതുവെ ആള് കുറവായതുകൊണ്ടാണ് അധികം ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഒരു കുറച്ച് പയ്യന്മാര് മാത്രം. ഞങ്ങൾ കയറാൻ നേരം അവര് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവര് നമ്മളോട് പറഞ്ഞു, ചേട്ടാ ചേച്ചി കേറണ്ട, ഭയങ്കര റിസ്ക് ആണ്, നല്ല വഴുവഴുക്കലുണ്ട്, തെന്നി വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പമായതുകൊണ്ടാണോ എന്തോ നമുക്കത് കണ്ടേ പറ്റൂ. ഇല്ലെങ്കിൽ ദ്രവ്യപ്പാറ പോലെ അതും ഒന്ന് മിസ്സായി പോയാലോ എന്ന് കരുതി ഒന്നും ആലോചിച്ചില്ല, നേരെ നടന്നു അങ്ങോട്ട് തന്നെ. യോധ സിനിമയിൽ നമ്മുടെ ജഗതി പറയുന്ന പോലെ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാടുന്ന പോലെ ഈ അമ്പൂരി മുഴുവൻ റബ്ബർ കാടുകളാകട്ടോ. ഒഴുകി വരുന്ന തോടിന്റെ സൈഡിൽ കൂടെ നടന്നു തന്നെ വേണം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവ സ്ഥാനത്തോട്ട് എത്തിപ്പെടാൻ. അതും ആ തോട് കടന്നു വേണം നമ്മൾ അപ്പുറത്തെത്താൻ. ശരിക്കും വിജനമായ കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരിടമായിരുന്നു ഇവിടെ കേട്ടോ. ആദ്യം നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആലോചിച്ചു പോയി. അതിൻ്റെ കൂടെ മഴയും കൂടെ. പക്ഷേ ആ വിഷമങ്ങളെയും ആകുലതകളെ ഒക്കെ തീർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അതിന്റെ എൻഡ് ഭാഗത്ത് നമുക്ക് കിട്ടിയത്. വളരെ ചെറുതാണെങ്കിലും പക്ഷെ അതിമനോഹരമായ നല്ല ഒരു വെള്ളച്ചാട്ടം. കാടിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കാടിന്റെ മനോഹാരിത വിളിച്ചറിയിക്കുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു ഇത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ആനക്കുളം വാട്ടർഫാൾസ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആനക്കുളം വാട്ടർഫാൾസ് എന്ന് കാണാം. പക്ഷെ അതിന്റെ അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടാൻ വഴിയില്ല. അങ്ങനെ മഴയത്തെ ആ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി.
ഇനിയും സമയം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ തീരുമാനിച്ചു നമുക്ക് നെട്ട വഴി നേരെ തമിഴ്നാടിന് വിടാം. തൃപ്പരപ്പൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ യാത്രകൾ എപ്പോഴും അങ്ങനെയാണല്ലോ, അപ്പോൾ തീരുമാനിക്കും, അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ വീണ്ടും ആ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.